എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റ് 2025. +1 അലോട്ട്മെന്റ് യൂസർ ഐ ഡി പാസ്വേഡ് മറന്നുപോയോ ലോഗിൻ ചെയ്യാൻ? കാരണം ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ എന്നറിയാൻ സാധിക്കുള്ളൂ. അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം അറിയണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ യൂസർ ഐ ഡി പാസ്വേഡ് നിർബന്ധമാണ്. നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമന്റ് അയച്ചും അല്ലാതെയൊക്കെ പറഞ്ഞൊരു കാര്യമാണ് യൂസർ ഐ ഡി പാസ്വേഡ് മറന്നുപോയെന്നുള്ള വിവരം. എങ്ങനെ തിരിച്ചെടുക്കാം? വളരെ സിമ്പിളായിട്ട് തന്നെ യൂസർ ഐ ഡിയും പാസ്വേഡും തിരിച്ചെടുക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം മറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെന്റ് 2025. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ലേ? ഇനി അലോട്ട്മെന്റ് ലഭിച്ചെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണം. എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ യൂസർ ഐ ഡിയും പാസ്വേഡും നിർബന്ധമാണ്. നിരവധി വിദ്യാർത്ഥികൾ യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നുപോയതായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ യൂസർ ഐ ഡിയും പാസ്വേഡും നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങളുടെ അലോട്ട്മെന്റ് കിട്ടാതിരിക്കുകയോ നിങ്ങൾക്കിനി ഈ വർഷം +1 പഠിക്കാതിരിക്കാൻ പറ്റുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സിമ്പിളായിട്ട് തിരിച്ചെടുക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് 3-4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തുറന്നു വരുന്ന പേജിൽ തന്നെ കാണാൻ സാധിക്കും. ആദ്യം യൂസർ ഐ ഡി എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ആ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ഗെറ്റ് യൂസർ നെയിം ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. ഗെറ്റ് യൂസർ നെയിം ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് കുറച്ച് SLCയുടെ നിങ്ങളുടെ സ്കീം, രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ എന്നിങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കും. ആ വിവരങ്ങൾ കൃത്യമായി നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം ആ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആപ്ലിക്കേഷൻ നമ്പർ കണ്ടെത്തി hscap തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അവർ നൽകുന്ന വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി പാസ്വേഡ് വീണ്ടെടുക്കാനും വലിയ പണിയൊന്നുമില്ല. പാസ്വേഡ് വീണ്ടെടുക്കാൻ നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ഡയറക്റ്റ് പോയി hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാം. തുറന്നു വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ല, അതിൻ്റെ അടിയിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ SLCയുടെ സ്കീം, മറ്റു കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കും. അത് നൽകുക. മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നൽകി വെരിഫിക്കേഷൻ നടത്തുക. ശേഷം അവിടെ നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് അവിടെ ഓപ്പണായി വരും. ആ ന്യൂ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നിങ്ങളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ശേഷം കൺഫേം ന്യൂ പാസ്വേഡ് എന്നിൽ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഒന്നും കൂടെ നിങ്ങൾ അതേ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.